ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഉരുളക്കിഴങ്ങും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം സൈസുള്ള ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറവ് ക്യുമിൻ സീഡ്സും നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 3 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട പുഴുങ്ങിയതാണ്. അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവസാനമായിട്ട് വേണ്ടത് മല്ലിയിലയാണ്. അത് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസാല ആഡ് ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അതുവരെയായിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് വേണ്ടത് ചീസാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ അരികു വശങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അതിൽ നിന്ന് ഒരു ബ്രെഡ് മാത്രം എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി കോലില്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല പരത്തിയെടുക്കാം കേട്ടോ. തിന്നായിട്ട് പരത്തിയെടുക്കാം. ഒരു ബ്രെഡ് മാത്രം അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പരത്താത്ത ഒരു ബ്രെഡ് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരത്തിയ ആ ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് മയോണൈസും അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പും, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. അതൊന്നിങ്ങനെ പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് വെന്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും. പുറത്തേക്ക് വരുന്ന പേടിയൊന്നും വേണ്ട ഫില്ലിങ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കി വരുന്ന ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടി മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഭയങ്കര അധികമായിട്ടൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ തുറച്ച് പോന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സൈഡിലേക്ക് കൈ കൊണ്ട് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു സാൻഡ്വിച്ചിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ സ്ക്വയർ സ്റ്റിക്ക് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രെഡ് 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഫില്ലിങ് തീരുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റിക്കും നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഡിപ്പ് ചെയ്യാനുള്ള കുറച്ച് മൈദയും അതുപോലെ തന്നെ കോൺഫ്ലോറും വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് കോൺഫ്ലേക്സ് ആണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല തരിയാക്കി പൊടിച്ചെടുക്കണ്ട, എന്നാലും നല്ല വലുതായി കിടക്കുകയും വേണ്ട, അതിൻ്റെ സൈസിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയില, നമുക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ മാവിലൊന്ന് മുക്കിയതിന് ശേഷം ആ കോൺഫ്ലേക്സിൻ്റെ മിക്സിലേക്കൊന്ന്
കോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കോൺഫ്ലേക്സ് ഉപയോഗിക്കുക. അതില്ലെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ സൈഡ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ സ്റ്റിക്കും നമ്മൾ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം സ്റ്റിക്കുകൾ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫ്ലെയിം ഫുള്ളിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. എന്നിട്ട് രണ്ട് പുറവും നന്നായിട്ട് പൊരിയുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതില്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോയുടെ മിക്സ് മാത്രം വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.